ഒരു ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാം. ഈ ഇളനീർ പുഡിംഗ് ഓർ ക്രിസ്റ്റൽ പുഡിംഗ് എന്നൊക്കെ പറയും. ആൻഡ് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടിക്കുള്ളൂ. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇളനീരിൻ്റെ ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മളുടെ കരിക്കും വെള്ളം ഇട്ട് കൊടുക്കുക. ആൻഡ് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പം മധുരം നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ, ചൂടായി വരട്ടെ. ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 1/4 കപ്പ് പോലും വേണ്ട. ഇതിലേക്ക് ഞാൻ ജലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജലാറ്റിൻ ഇതൊരു 8 to 9 ഗ്രാംസ് ഉണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ജലാറ്റിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി 1/4 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു നോർമൽ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്, ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിരുന്ന ഇതില്ലേ ജലാറ്റിൻ, അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മുടെ ജലാറ്റിൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ജലാറ്റിൻ ഡിസോൾവ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് ഡിസോൾവ് ആയി വന്നോളൂ കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് സെറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന മിക്സ് ഇതിലിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 hours നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇളനീർ ഇത് സെറ്റായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. നമുക്ക് ഒരു ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ വേണ്ടത്. ഇനി ഇങ്ങനെ ഈ സൈഡിൽ ഓപ്പോസിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതുകൊണ്ടാണ് ഇതിനെ ക്രിസ്റ്റൽ പുഡിങ്ങും കൂടി പറയണത് കേട്ടോ, ഇളനീർ പുഡിങ്ങിനെ. പിന്നെ ഇത് ക്രിസ്റ്റൽ പോലില്ലേ, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. സോ ഇതെല്ലാം ഇങ്ങനെ എടുക്കുക. നമുക്ക് നല്ല ചിക്കിലിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ ഒരു ഇളനീരിൻ്റെ കാമ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗറൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ കരിക്കിൻ്റെ വെള്ളം തന്നെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഒരു കപ്പ് ഉണ്ടാവും, അതെടുത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ വെച്ചിട്ടും മിക്സ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഓക്കെ, ഇത് മിക്സിയിലിട്ട് അടിച്ചത് ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രോസസ്സും കൂടിയുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഇതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റെപ്പും കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ജെല്ലി അത് ഫോം ചെയ്യൽ മാത്രമുള്ളൂ, ബാക്കിയൊക്കെ വെരി ഈസിയാണ്. ഇതാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം കേട്ടോ, പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കരിക്കിൻ്റെ ഇത് എടുത്തിട്ട് കാമ്പ് എടുത്തിട്ട് നമ്മൾ ഇതാക്കിയിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക, ജ്യൂസാക്കിയത്. അപ്പോൾ ഇതും ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഷുഗർ കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഇനി ഇത് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുപ്പിക്കാൻ വെക്കാം. ഓക്കെ, തണുത്തതിന് ശേഷം നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. വെള്ളവും പിന്നെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, തണുപ്പിക്കാൻ വെച്ച പാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലോസ് ഇത് ഇളനീർ പുഡിംഗ് സെറ്റ് ചെയ്യാം കേട്ടോ. സെർവ് ചെയ്യണ പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജെല്ലി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ലെയറും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ലെയറും കൂടി ഇത് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പാലും ബാക്കിയുള്ള ജെല്ലിയും പാലും എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഈസി ഇളനീർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി അല്ലേ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.